ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണുജി രഞ്ജിത്ത്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ചുരങ്ങൾ, പാസ്. ഓക്കെ, PSC തൊട്ട് RRB തൊട്ട് എല്ലാ മത്സര പരീക്ഷകളിലും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണിത്. ഈ ഭാഗത്ത് നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്ക് ഇന്ന് ഒരു യാത്രയിലൂടെ ഇതെല്ലാം കണക്ട് ചെയ്ത് കോഡിലൂടെ പഠിച്ചാലോ? ക്ലാസ് കാണൂ, നമുക്ക് സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാം. അതിനു മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ക്ലാസ് റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ തുടങ്ങുന്നത് ലഡാക്ക്, ഇന്ത്യയുടെ ഏറ്റവും മുകളിലുള്ള സ്ഥലം അല്ലേ, ലഡാക്ക്. ലഡാക്കിൽ നിന്നുമാണ് യാത്ര തുടങ്ങുന്നത്. ലഡാക്കിനെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ലഡാക്കിൽ കുറെ കറങ്ങാനുണ്ട്. ഓക്കെ, പിന്നെ ലഡാക്ക് പേരിൽ തന്നെ ഉണ്ട് ലഡാക്ക്, അതല്ലേ ലഡുവുമായിട്ട് ആലോചിച്ചാൽ മതി. ലഡാക്കിൽ ഏറ്റവും ഫേമസ് ലഡുവും ചേനയുമാണ് എന്ന് കരുതിക്കോളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചുരം കണക്ട് ചെയ്യാം. കാരക്കോറം. കാരക്കോറം പാസ് എവിടേക്കാണ് കണക്ട് ചെയ്യുന്നത് കഴിഞ്ഞാൽ ലഡാക്കിനെയും ചൈനയുമാണ്. കോഡിലൂടെ ഇങ്ങനെ ആലോചിച്ചോളൂ. കുറെ കറങ്ങിയപ്പോൾ ഓക്കെ ലഡുവും ചേനയും കഴിച്ചു. ലഡാക്കിൽ ഫേമസ് എന്താ ഞാൻ പറഞ്ഞു? ലഡു, ചേന. അപ്പൊ കുറെ കറങ്ങിയപ്പോ ലഡുവും ചേനയും കഴിച്ചു. സെറ്റല്ലേ? ഇതാ നോക്കൂ, കുറെ കറങ്ങിയപ്പോൾ കാരക്കോറം, കഴിച്ചതെന്താ? ലഡുവും ചേനയും. ലഡു, ലഡാക്ക്, ചേന, ചൈന. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ നിന്നും കണക്ട് ചെയ്ത് അടുത്ത കോഡിലേക്ക് പോവാം, അടുത്ത ചുരം കണക്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ കഴിച്ചത് ഒരു റൈഡറാണ്. അപ്പോൾ അദ്ദേഹത്തിന് കഴിച്ചപ്പോഴത്തേക്ക് ലഡു കഴിച്ചപ്പോൾ പ്രശ്നമില്ല, ചേന കഴിച്ചപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും തൊണ്ട കാറുമല്ലേ. യെസ്, കാർത്തുങ്ല പാസ്. കാർത്തുങ്ല പാസ്. കാർത്തുങ്ല പാസ്. കാർത്തുങ്ല. കാർത്തുങ്ല എന്ന് പറഞ്ഞപ്പോ കാറുവപ്പോൾ റൈഡർ എന്ത് ചെയ്തു? കാറിത്തുപ്പി. അപ്പൊ കൂടെയുള്ളവർ പറഞ്ഞു കാറിത്തുപ്പല്ലേ സച്ചിനെ. റൈഡറിന്റെ പേര് സച്ചിൻ എന്നാണ്. അദ്ദേഹം തൊണ്ട കാറി, ചേന കഴിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കടന്നത്. അപ്പോ കാർത്തുങ്ല പാസ്. കാറിത്തുപ്പല്ലേ സച്ചിനെ. കാറിയപ്പോ അദ്ദേഹം കാറിത്തുപ്പി, കാറിത്തുപ്പല്ലേ സച്ചിനെ. പുറകിൽ നിന്ന് വണ്ടിയൊക്കെ വരുന്നുണ്ട്, അവർ ദേഹത്ത് തെറിച്ച് കാണും എന്ന് ചുമ്മാ ഓർത്തോളൂ. കാറിത്തുപ്പല്ലേ സച്ചിനെ. അതിലുണ്ട് കാർത്തുങ്ല, കാറിത്തുപ്പല്ലേ ലേ, സച്ചിനെ സിയാച്ചിൻ. ലേയും സിയാച്ചിൻ ഗ്ലേസിയറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കാർത്തുങ്ല പാസ്. ഓക്കെ അല്ലേ? സെറ്റാണല്ലോ. സിയാച്ചിൻ ഗ്ലേസിയർ ഓക്കെ, ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി. ഇന്ത്യ അത് പിടിച്ചെടുത്തത് 1984-ലാണ്. ഓക്കെ, ഓപ്പറേഷൻ മേഘദൂതിലൂടെയാണ് ഇന്ത്യ അത് പിടിച്ചെടുത്തത് പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന്. സെറ്റല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അടുത്തയിലേക്ക് പോവാം. ഞാൻ പറഞ്ഞു ലഡാക്ക് എന്തിന് ഫേമസ് എന്ന് ഓർത്തോളാൻ, ലഡുവിന് ഫേമസ് ആണ്. അപ്പൊ ഈ വരുന്ന യാത്രക്കാരൊക്കെ അവിടെയുള്ള ലഡു അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവരെല്ലാം ഈ ലഡു അവര് അടുക്കാതിരിക്കാൻ വേണ്ടി ഒരു ചങ്ങലയുടെ പ്രൊട്ടക്ഷനിലാണ് വെച്ചേക്കുന്നത്. ചങ്ങല, ചങ്ങല. ഓക്കെ, ലഡു ലഡാക്കിലുള്ളതാണ്. അപ്പോ ചങ്ങല, ലഡാക്ക്, ചങ്ങല. ഏതൊക്കെ സ്ഥലം കണക്ട് ചെയ്യുന്നു ഓർക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് ആ പേരിൽ തന്നെ ഉണ്ട്, ചങ്ല, ചങ്ല. ഓക്കെ, ചങ്താങ്ങിനെയും ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേ ആണ്. ചങ്താങ്ങിനെയും ലേയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ചങ്ല, ചങ്ല. ഓക്കെ, സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. ലഡു എടുക്കാതിരിക്കാൻ ചങ്ങല കൊണ്ടൊരു വലയം ക്രിയേറ്റ് ചെയ്യും. ആ ചങ്ങലയിലുണ്ട് ചങ്താങ് ലേ. സെറ്റാണേ. ഇനി ലഡാക്കിൽ നിന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ഏറ്റവും അവസാനത്തെ ചുരത്തിലേക്ക് കടക്കാം. ഓക്കെ, ഇത് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് ലിങ് ല പാസ്. ലിങ് ല പാസ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മോട്ടോറബിൾ ആയിട്ടുള്ള പാസ് ആണ്. ഓക്കെ, ഇതാണ് ഉംലിംഗ്ല പാസ്. ഒരു കുട്ടി ഇരിക്കുന്ന കണ്ടോ? അത് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഹയസ്റ്റ് മോട്ടോറബിൾ പാസ് ഇൻ ദ വേൾഡ്. ഓക്കെ, അപ്പൊ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് ലിങ് ലായെ ഞാൻ പിരിച്ചെഴുതിയിരിക്കുകയാണ്. ആദ്യത്തെ ഈ യുവും എമ്മും ഞാൻ എന്ത് വെച്ചിട്ടാണ് ഓർത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ മോട്ടോറബിൾ എന്നാണ്. അപ്പർ മോട്ടോറബിൾ. ഈ ലിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ലോങ് എന്നാണ് ഓർത്തിരിക്കുന്നത്. അപ്പർ മോട്ടോറബിൾ, ലോങ്, പിന്നെ ഈ ല എന്ന് പറഞ്ഞാൽ ലഡാക്ക് അല്ലേ. അപ്പറിൽ സ്ഥിതി ചെയ്യുന്ന മോട്ടോറബിൾ ആയിട്ടുള്ള ലോങ്ങും ലഡാക്കിലുള്ള പാസ്സാണ് ലിങ് ല. യു എന്ന് പറഞ്ഞാൽ അപ്പർ, എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോറബിൾ, ലിങ് എന്ന് പറഞ്ഞാൽ ലോങ് ആണത്. ഓക്കെ, ല എന്ന് പറഞ്ഞാൽ ലഡാക്ക്. ലിങ് ല പാസ്. ഓക്കെ, വേൾഡ് ഹയസ്റ്റ് മോട്ടോറബിൾ പാസ്. സെറ്റാണേ. അപ്പോൾ ലഡാക്കിൽ നിന്നുള്ള നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട എല്ലാ പാസും നോക്കിക്കഴിഞ്ഞു. നിങ്ങൾക്ക് കണക്ട് ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അടുത്ത് കാശ്മീരിലുള്ള ചുരങ്ങളിലേക്ക് കടക്കാം. ഇവിടെയും ഒരു യാത്രയാണ് കേട്ടോ. കാശ്മീരിലുള്ള ചുരങ്ങളെല്ലാം ശ്രീനാഥ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ യാത്രയുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് സെറ്റ് ചെയ്ത് പഠിക്കാം.
ശ്രീനാഥ് കാശ്മീരിൽ എത്തിയപ്പോൾ അദ്ദേഹം ആദ്യം മേടിച്ചത് ഒരു ബനിയനാണ്. കാശ്മീരാണ്, ഭയങ്കര തണുപ്പാണല്ലേ, കാശ്മീരിൽ ബനിയനാണ് ഫേമസ് എന്ന് ചുമ്മാ ഓർത്തോളൂ. അപ്പോൾ ശ്രീനാഥ് കാശ് കൊടുത്തൊരു ബനിയൻ മേടിച്ചു. കാശ്മീരിൽ എത്തിയ ഉടനെ ശ്രീനാഥ് കാശ് കൊടുത്തൊരു ബനിയൻ മേടിച്ചു. അതിലുണ്ട് ബനിഹാൽ പാസ്. ഓക്കെ, ശ്രീനാഥ് കാശ് കൊടുത്താണ് മേടിച്ചത്. ശ്രീനഗർ, ഓക്കെ, കാശ് കാശ്മീർ. അപ്പോൾ ബനിഹാല് ശ്രീനാഥ് കാശ് കൊടുത്ത് മേടിച്ച ബനിയൻ, ശ്രീനഗർ, ഓക്കെ, കാശ്മീർ. സെറ്റാണ്. ഇനി ഈ ഭാഗത്ത് നിന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയും കൂടെ കണക്ട് ചെയ്തോളൂ. ഈ ബനിയൻ ജവഹർ കീറി. ഓക്കെ, കീറുന്നത് എങ്ങനെ, പിറന്ന് പറഞ്ഞിട്ടാണ് കീറുന്നത്. ഈ ബനിയൻ ജവഹർ കീറി. യെസ്, ജവഹർ ടണൽ സ്ഥിതി ചെയ്യുന്നത് ബനിഹാൽ പാസിലാണ്. ഓക്കെ, ബനിയൻ, ശ്രീനാഥിന്റെ ബനിയൻ ജവഹറാണ് കീറിയത്. അപ്പോൾ ജവഹർ ടണൽ സ്ഥിതി ചെയ്യുന്നത് ബനിഹാൽ പാസിലാണ്. കീറി, പിറന്ന് പറഞ്ഞാണ് കീറിയത്. യെസ്, പീർപ്പാഞ്ചൽ. ഓക്കെ, ഈ ജവഹർ ടണലും ബനിഹാൽ പാസും എല്ലാം സ്ഥിതി ചെയ്യുന്നത് പീർപ്പാഞ്ചൽ റേഞ്ചിലാണ്. സെറ്റല്ലേ? ശ്രീനാഥ് കാശ് കൊടുത്ത് വാങ്ങിയ ബനിയൻ ജവഹർ കീറി. അതിൽ നിന്നും ശ്രീനാഥ് കാശ്, ശ്രീനഗർ, കാശ്മീർ, ബനിയൻ, ബനിഹാല്. കുറച്ചും കൂടെ ഡീപ്പായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ജവഹർ, ജവഹർ ടണല്, കീറി, പിറന്ന് പറഞ്ഞിട്ടാ കീറിയത് പീർപ്പാഞ്ചൽ. ഓക്കെ അല്ലേ? അപ്പോ ഇതിന്റെ വിഷമത്തില് ശ്രീനാഥ് ഇരിക്കുകയാണ്. ശ്രീനാഥ് അവിടെ നിന്ന് യാത്ര തുടർന്നു. അതിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്ത് കാശ്മീരിലുള്ള അടുത്ത ചുരത്തിലേക്ക് കയറാം. ഓക്കെ, ശ്രീനാഥ് ഫുള്ള് ഡെസ്പായി. കാശ് കൊടുത്ത് മേടിച്ച ബനിയനാണ് ജവഹർ കീറിയത്. അപ്പോൾ ശ്രീനാഥ് കാറിൽ കയറിയിരുന്ന് യാത്ര തുടങ്ങി. അപ്പോൾ കൂടെ ഉള്ളവർ പറഞ്ഞു, ശ്രീനാഥ് ഇങ്ങനെ ഇരിക്കരുത്, നീ ഉറങ്ങല്ലേ, സോജല്ലേ, സോജല്ലേ, സോജല്ലേ ശ്രീനാഥ്. യെസ്, സോജില ചുരം. ഓക്കെ, സോജില ചുരം. ശ്രീനാഥ് ഡെസ്പായപ്പോൾ കാറിൽ കയറിയിരുന്നു. ഓട്ടിച്ചപ്പോഴത്തേക്കും കൂടെ ഉള്ളവർ പറഞ്ഞു, സോജല്ലേ എന്ന് പറഞ്ഞ ഹിന്ദിയിൽ സോജ, സോജ എന്ന് പറഞ്ഞാൽ ഉറങ്ങുകയാണ്. അപ്പോൾ സോജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കവുമായിട്ട് കണക്ട് ചെയ്തോളൂ. ശ്രീനാഥിനോടാണ് പറഞ്ഞത് കാറിലിരുന്ന് ഉറങ്ങല്ലേ, സോജല്ലേ. ഓക്കെ, ശ്രീനാഥെ കാറിലിരുന്ന് സോജല്ലേ. അതിലുണ്ട് കണക്ട് ചെയ്യാലോ. സോജില ശ്രീനാഥ്, ശ്രീനഗറാണ്. കാറിലിരുന്ന് കാർഗില്. ഓക്കെ, സോജല്ലേ, ആ ലേ എന്ന് പറയുന്നത് ലേ, ലഡാക്ക്. അപ്പോ ശ്രീനഗറിനെയും ഓക്കെ കാർഗിലിനെയും ലേയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സോജില. സോജ എന്ന് പറഞ്ഞാൽ ഉറക്കം. അപ്പൊ ശ്രീനാഥിനെ ആലോചിച്ചോളൂ, കാറിലിരുന്ന് ഉറങ്ങല്ലേ എന്ന് കൂടെ ഉള്ളവർ പറയുകയാണ്. ശ്രീനാഥെ കാറിലിരുന്ന് ഉറങ്ങല്ലേ. സെറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് അടുത്ത ബസ്സിലേക്ക് വീണ്ടും ശ്രീനാഥിനെ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴത്തേക്കും ശ്രീനാഥിന് മനസ്സിലായി അപകടമാണ്. അടുത്ത ശ്രീനാഥ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം മാറ്റാൻ വേണ്ടിയിട്ട് സൈഡിലൂടെ നിർത്തി. ഓക്കെ, നിർത്തിയിട്ട് ശ്രീനാഥ് ചെയ്തത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാഥ് ഗ്രില്ല് ചെയ്ത ബജ്ജി വാങ്ങിച്ചു കഴിച്ചു. ഗ്രില്ല് ചെയ്ത ബജ്ജിയാണ് മേടിച്ച് കഴിച്ചത്. യെസ്, കണക്ട് ചെയ്യാം. അപ്പൊ നല്ല ഗ്രില്ല് ചെയ്ത ബജ്ജി ശ്രീനാഥ് മേടിച്ച് കഴിച്ച് ഉറക്കം മാറ്റി. യെസ്, ബുർജില ചുരം. ബുർജില ബജി എന്ന് ആലോചിച്ചോളൂ. ഓക്കെ, ശ്രീനാഥ് ഗ്രില്ല് ചെയ്ത ബജിയാണ്, അല്ലെങ്കിൽ ബുർജി എന്ന് ആലോചിച്ചാലും മതി. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാം. ബുർജില ചുരം, ശ്രീനാഥ്, ശ്രീനഗർ. ഗ്രില്ല് ചെയ്തെന്നാണ്, അപ്പോ ഗിൽഗിത്ത്. ബുർജില, ശ്രീനാഥ്, ഗ്രില്ല് ചെയ്ത്, ശ്രീനഗർ, ഗിൽഗിത്ത്. ശ്രീനഗറിനെയും ഗിൽഗിത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ബുർജില ചുരം. ഇത്രയുമാണ് കാശ്മീരിൽ നിന്ന് നോക്കാനുള്ളത്. നമ്മൾ ശ്രീനാഥിന്റെ യാത്രയിലൂടെ 3 ചുരങ്ങൾ പഠിച്ചിട്ടുണ്ട്. ശ്രീനാഥ് ആദ്യം കാശ്മീരിൽ പോയപ്പോൾ എന്താ ചെയ്തേ? ബനിയൻ കാശ് കൊടുത്ത് മേടിച്ചു. യെസ്, ബനിഹാല് കാശ്മീർ അല്ലേ, ശ്രീനാഥ് ശ്രീനഗർ. ഓക്കെ, കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ബനിയനെ ജവഹർ കീറി പിറന്ന് പറഞ്ഞിട്ട്. യെസ്, ജവഹർ ടണൽ ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് പീർപ്പാഞ്ചൽ. സെറ്റല്ലേ? പിന്നെ ഇവിടെ നിന്നുള്ള വിഷമത്തിൽ അടുത്ത ശ്രീനാഥ് കാറിലിരുന്ന് ഉറങ്ങാനുള്ള പരിപാടി. അപ്പൊ കൂടെ ഉള്ളവർ പറഞ്ഞു ശ്രീനാഥെ കാറിലിരുന്ന് സോജല്ലേ. യെസ്, ശ്രീനാഥ് ശ്രീനഗർ. ഓക്കെ, കാറിലിരുന്ന് കാർഗിൽ. സോജല്ലേ, സോജില, ആ ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേ ലഡാക്ക്. അപ്പോ ശ്രീനഗറിനെ കാർഗിലിനെ ലേയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സോജില. അപ്പോ ഉറക്കം മാറ്റാനായിട്ട് ശ്രീനാഥ് എന്താ ചെയ്തത്? ശ്രീനാഥ് ഗ്രില്ല് ചെയ്ത ബജ്ജി അല്ലെങ്കിൽ ബുർജി മേടിച്ച് കഴിച്ചു. യെസ്, ബജി ബുർജില ചുരം. ശ്രീനാഥ് ശ്രീനഗർ, ഗ്രില്ല് ചെയ്ത് ഗിൽഗിത്ത്. സെറ്റാണേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അടുത്ത് ഹിമാചൽ പ്രദേശിൽ നമ്മൾ നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചുരങ്ങൾ നമുക്ക് നോക്കാം. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത് ഹിമാചൽ പ്രദേശിലുള്ള ചുരങ്ങളാണ്. ഓക്കെ, ഹിമാചൽ പ്രദേശിൽ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ആദ്യം ഒരു കാര്യം ഓർക്കുക.
2 യാത്രക്കാർ, ഒരു ആണും പെണ്ണുമായിട്ടുള്ള 2 യാത്രക്കാർ ഇവിടെ നിന്ന് ഒരു യാത്ര പോവുകയാണ്. ഓക്കെ, ട്രക്കിംഗ് ആണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. യാത്ര പോകുന്നത് ആരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 രോഹിത്തും 2 ലച്ചുവുമാണ്. രോഹിത്തും ലച്ചുവും ഹിമാലയത്തിലോട്ടൊരു യാത്ര കയറുകയാണ്. അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാമേ. ഓക്കെ, അപ്പൊ അവർക്ക് യാത്ര പോകാൻ വേണ്ടിയിട്ട് അവിടെ വേറെ ഷിപ്പ് ഒന്നുമില്ല. ഷിപ്പും ടൈറ്റാനിക്കും ഒന്നും ഹിമാലയത്തിലില്ല. അങ്ങനെ കണക്ട് ചെയ്തോളൂ. കാരണം ടൈറ്റാനിക് സിനിമ കാണുമ്പോഴത്തേക്ക് അറിയാം, ഒരു വലിയൊരു ഹിമാനിയിൽ ഇടിച്ചിട്ടാണ് ടൈറ്റാനിക് രണ്ടായിട്ട് ഒഴിയുന്നത്. അപ്പോ ഹിമാലയത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിമാചൽ പ്രദേശിൽ വരുമ്പോഴത്തേക്കും ഷിപ്പിന് അനുവദിക്കില്ല. തട്ടിക്കഴിഞ്ഞാൽ ഒടിഞ്ഞു പോവും. ഷിപ്പും ടൈറ്റാനിക്കും ഒന്നും അവിടെ ഇല്ല. കണക്ട് ചെയ്യാം. ഷിപ്കില പാസ്, ഷിപ്പില്ല. ഹിമാലയത്തിൽ ഷിപ്പുമില്ല, ടൈറ്റാനിക്കുമില്ല. യെസ്, അതിൽ നിന്നും കണക്ട് ചെയ്യാം. ഓക്കെ, ഹിമാലയത്തിൽ ഹിമാചൽ പ്രദേശിനെയും ഷിപ്പുമില്ല, ഷിപ്കില, ടൈറ്റാനിക്കുമില്ല. ടൈറ്റാനിക്, ടിബറ്റ് എന്ന് പഠിച്ചോളൂ. അപ്പോ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും കണക്ട് ചെയ്യുന്നതാണ് ഷിപ്കില പാസ്, ഹിമാചൽ പ്രദേശ്. സെറ്റല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത് നോക്കാം. ആരാ യാത്ര പോകുന്നതെന്ന് പറഞ്ഞത്? ലച്ചുവും രോഹിത്തും. ആദ്യം ലച്ചുവിന്റെ കാര്യം പറയാം. ഷിപ്പൊന്നുമില്ല, കഷ്ടപ്പെട്ട് നടന്നു കയറിയേ പറ്റുള്ളൂ. അപ്പോൾ വലിയ ട്രാവലിംഗ് ബാഗൊക്കെ ഉണ്ട്. ഭാരമൊക്കെ ചുമന്നുകൊണ്ട് ലച്ചു പോവാണ്. ഭാരാലച്ല പാസ്. ഓക്കെ, ഭാരം ചുമന്ന് ലച്ചു മൊണ്ടി ലഡാക്കിലേക്ക് പോവുകയാണ്. ഇവർ രണ്ടുപേരും ലഡാക്കിലേക്കാണ് പോകുന്നത്. അവിടെ ലഡു ഉണ്ടെന്ന് പറഞ്ഞു, അത് വെച്ച് കണക്ട് ചെയ്തോളൂ. ലച്ചുവിനും രോഹിത്തിനും ലഡു ഇഷ്ടമാണ്, അതുകൊണ്ട് ലഡാക്കിലേക്ക് പോവുകയാണ്. എങ്ങനെയാ പോകുന്നത്? ഷിപ്പില്ല, ഹിമാചൽ പ്രദേശ്. അപ്പോ ഭാരമൊക്കെ ചുമന്ന് ലച്ചു മൊണ്ടിയാണ് എവിടെയാ? ലഡാക്കിലേക്ക് പോകുന്നത് ലഡു മേടിക്കാൻ. യെസ്, ഭാരം ചുമന്ന് മൊണ്ടി. യെസ്, ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഭാരാലച്ല. ലച്ചു മൊണ്ടി ലഡാക്കിൽ ലഡു മേടിക്കാൻ വേണ്ടി പോയി. യെസ്, മൊണ്ടി ഹിമാചൽ പ്രദേശിലെ മാണ്ഡി. ഓക്കെ, ലഡു ലഡാക്ക്. ഓക്കെ അല്ലേ? എങ്കിൽ രോഹിത്തിന്റെ അവസ്ഥയോ? രോഹിത്തിനാണെന്നുണ്ടെങ്കിൽ രോഹിത്തിനും യാത്ര ചെയ്യാൻ ഷിപ്പൊന്നുമില്ല. അപ്പൊ രോഹിത്ത് താങ്ങിയാണ് നടക്കുന്നത്. ഓക്കെ, രോഹിത്ത് താങ്ങി കുളിരും സഹിച്ച് ലഡു മേടിക്കാൻ ലഡാക്കിലോട്ട് പോയി. താങ്ങി കുളിരും സഹിച്ച് എന്നാണ്. യെസ്, രോഹ്താങ് അല്ലേ? കുളിരും സഹിച്ച് ലഡു മേടിക്കാൻ. കുളു. ഓക്കെ, ലഡു മേടിക്കാൻ ലഡാക്ക്. കുളുവിനെയും ലഡാക്കിനെയും കണക്ട് ചെയ്യിക്കുന്നത് രോഹ്താങ് ആണ്. രോഹിത്ത് താങ്ങി കുളിരും സഹിച്ചാണ് ലഡു മേടിക്കാൻ പോയത്. രോഹ്താങ്, കുളു, ലഡാക്ക്. എങ്കിൽ ലച്ചു ആണെങ്കിലോ? ലച്ചു മൊണ്ടി ലഡു മേടിക്കാൻ വേണ്ടി പോയി. മാണ്ഡ്യ, ലഡാക്ക്. സെറ്റല്ലേ? പക്ഷെ രോഹിത്തിന്റെ കാര്യത്തില് രോഹിത്തിന് ഒരു ഭാഗ്യം കൂടെ ഉണ്ടായി. രോഹിത്തിനെ സഹായിക്കാൻ 2 പേര് വന്നു. യെസ്, ഒരു ഭാര്യയും ഭർത്താവും ആണെന്ന് ആലോചിച്ചോളൂ. രാഹുലും സ്പിതിയും, അല്ലെങ്കിൽ സ്മൃതി എന്ന് ആലോചിച്ചോളൂ. രാഹുലും സ്മൃതിയും എത്തി എന്ന് ആലോചിച്ചോളൂ. അപ്പോ രോഹ്താങ് നമുക്ക് കണക്ട് ചെയ്യാം. രോഹ്താങ് എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളു, ലാഹുൽ വാലി, സ്പിതി വാലി, ലഡാക്ക്. ഇത്രയും ഭാഗങ്ങളെ കണക്ട് ചെയ്യിപ്പിക്കുന്നതാണ് രോഹ്താങ്. രോഹിത്തിനെ സഹായിക്കാൻ വന്നതാരാ? രാഹുലും സ്മൃതിയും. രോഹിത്ത് എങ്ങനെയാ പോകുന്നത്? താങ്ങി കുളിരും സഹിച്ച് ലഡു മേടിക്കാൻ വേണ്ടി പോയി. യെസ്, രോഹ്താങ്, കുളു, ലഡു, ലഡാക്ക്. സഹായിക്കാൻ വന്നത് രാഹുലും സ്മൃതിയും. യെസ്, ലാഹുൽ വാലി, സ്പിതി വാലി. സെറ്റല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം കൊണ്ട് അവർ എങ്ങനെയാ സഹായിച്ചത്? രാഹുലും സ്മൃതിയും കൂടെ വന്ന് പറഞ്ഞു, നിങ്ങൾ താങ്ങി ഈ വഴി കഷ്ടപ്പെട്ട് നടക്കണ്ട, മുകളിൽ പോയാൽ നല്ല അസല് ടണലുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അവിടെ പഞ്ചർ ഒട്ടിക്കാനുള്ള സൗകര്യവും ഉണ്ട്. ഇപ്പൊ രാഹുലും സ്മൃതിയും എങ്ങനെയാണ് സഹായിച്ചത്? താങ്ങി നടന്ന രോഹിത്തിന്റെ അടുത്ത് പറഞ്ഞു, മുകളിൽ പോയാൽ അസല് ടണലുണ്ട്. യെസ്, അടൽ ടണൽ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ രോഹ്താങ് പാസിലാണ്. ഓക്കെ, മുകളിൽ പോയ അസല് ടണലുണ്ട്, അവിടെ പഞ്ചർ ഒട്ടിക്കാനുള്ള സൗകര്യമുണ്ട്. പീർപ്പാഞ്ചൽ രോഹ്താങ് പാസിലാണ്. ഓക്കെ, പീർപ്പാഞ്ചൽ റേഞ്ചിലാണ് രോഹ്താങ് പാസ് സ്ഥിതി ചെയ്യുന്നത്. സെറ്റല്ലേ? അത് മാത്രമല്ല 10,000 മീറ്ററിന് മുകളിലുള്ള മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ലോങ്ങസ്റ്റ് ഹൈവേ ആണ് അടൽ ടണൽ. 10,000 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ലോങ്ങസ്റ്റ് ഹൈവേ ആണ് അടൽ ടണൽ. ഇതിന് മുന്നേ പീർപ്പാഞ്ചൽ റേഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന നമ്മൾ മറ്റൊരു ഇതും കൂടെ പഠിച്ചു, ബനിഹാൽ അല്ലേ? ശ്രീനാഥിന്റെ ബനിയൻ, ജവഹർ കീറി, അതിൽ വെച്ച് പീർപ്പാഞ്ചൽ. ഇവിടെ വരുമ്പോഴത്തേക്കും ബനിഹാല്, രോഹ്താങ്. സെറ്റാണേ? നമുക്കപ്പോ അടുത്ത സ്റ്റേറ്റിലേക്ക് നോക്കാം. അപ്പൊ നമുക്ക് അടുത്ത ഉത്തരാഖണ്ഡിലേക്ക് കടക്കാം. ഉത്തരാഖണ്ഡില് ഇങ്ങനെ ഒരു കോഡിലോട്ട് ആലോചിച്ചോളൂ. ഉത്തര എന്ന് പറയുന്നൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി നീതിക്ക് വേണ്ടിയിട്ട്
വെമ്പുന്ന കുട്ടിയാണ്. നമുക്ക് കോഡിലേക്ക് വരാം. ഉത്തര മനസ്സിൽ പറഞ്ഞു നീട്ടി താടാ പുല്ലേ എന്ന്. ഓക്കെ, ഉത്തര മനസ്സിൽ പറഞ്ഞു നീട്ടി താടാ പുല്ലേ, അല്ലെങ്കിൽ ടീ എങ്കിലും താ. ഇത്രയേ ഉള്ളൂ. ഇതിൽ നിന്നും ഉത്തരാഖണ്ഡിലുള്ള എല്ലാ കോഡും കണക്ട് ചെയ്യാം. ഉത്തര മനസ്സിലല്ലേ പറഞ്ഞത്? യെസ്. മനാപാസ് പറഞ്ഞു നീതി താടാ. യെസ്, നീതി പാസ്. പുല്ലേ ലിപുലേക്, ലി പുല്ലേക്ക് അല്ലെ, അതിലൊരു പുല്ലുണ്ട്, ലിപുലേക്. അല്ലെങ്കിൽ ടീ താ, അല്ലെങ്കിൽ ടീ താ. ടീ എന്ന് പറഞ്ഞാൽ ടിബറ്റ് ആണ്. ഇത്രയും പാസും ഓക്കെ, ടിബറ്റ് എന്ന ഒറ്റ സ്ഥലത്തിനെ ഉത്തരാഖണ്ഡുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. സിമ്പിൾ അല്ലേ? അപ്പൊ ഉത്തരാഖണ്ഡ് ഉത്തര മനസ്സിൽ പറഞ്ഞു നീതി താടാ പുല്ലേ എന്ന്. ഉത്തര മനസ്സിൽ മനാപാസ്, ഓക്കെ, നീതി പാസ്, പുല്ലേ ലിപുലേക്ക്, ഇതെല്ലാം, അല്ലെങ്കിൽ ടീ എങ്കിലും താ, ഇതെല്ലാം ടിബറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സിമ്പിൾ അല്ലേ? ഒറ്റ കോഡിൽ കാര്യം തീർന്നേ. എങ്കിൽ നമുക്കിതാ സിക്കിമിലോട്ട് വരാം. സിക്കിം എന്ന് പറയുമ്പോൾ സിക്കുകാരെ തന്നെ ആലോചിച്ചോളൂ. സിക്കുകാരുടെ ഗുരുവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ കോഡിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഗുരുവിന് പകരം നാഥൻ എന്നാണ് അവർ വിളിക്കുന്നത്. ഇങ്ങനെ ഓർത്തോളൂ, സിക്കുകാരുടെ നാഥൻ സിൽക്ക് കൊടുത്തിട്ട് ടീ കുടിച്ചു, എന്നിട്ട് ജലസ്നാനം ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇതിൽ കൂടെ നമുക്ക് കണക്ട് ചെയ്യാം. സിഖുകാർ എപ്പോഴും ഗുരു എന്നല്ലേ, ഗുരു നാനാക്ക് സിഖുകാരുടെ ആദ്യത്തെ ഗുരുവാണ്. അപ്പൊ അതുപോലെ ഇവിടെ സിഖുകാരുടെ നാഥൻ അദ്ദേഹം ചെയ്ത രണ്ട് പ്രവൃത്തികളാണ്. ഒന്ന് ടീ കുടിക്കും, രണ്ട് ജലസ്നാനം ചെയ്യും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നമുക്ക് നോക്കാം. ഓക്കെ, സിക്കിം നാഥുല പാസ്, സിഖുകാരുടെ നാഥൻ എന്നാണ് നാഥുല പാസ്. ഓക്കെ, അദ്ദേഹം സിൽക്ക് എടുത്തു. യെസ്, സിൽക്ക് റൂട്ട് കടന്നു പോകുന്നത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിലുള്ള സിൽക്ക് റൂട്ട് ഓക്കെ നാഥുല പാസിലൂടെയാണ് കടന്നു പോകുന്നത്. സിൽക്കുകാരുടെ നാഥൻ സിൽക്ക് എടുത്തു. അപ്പോ അത് രണ്ടും വെച്ചിട്ട് നാഥുല പാസ്, സിൽക്ക് റൂട്ട്. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്തത്? ഈ നാഥുല പാസ് എവിടേക്കാണ് കണക്ട് ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട് സിൽക്ക് കൊടുത്തിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? ടീ കുടിച്ചു. ഓക്കെ, സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നാഥുല പാസ് ആണ്. ഓക്കെ, എന്നിട്ട് ജലസ്നാനം ചെയ്തു. യെസ്, ജലപ്ല പാസും സിക്കിമിലാണ്. അതും സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഓക്കെ, സിക്കിമിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ആ ടീയിലുണ്ട് ടിബറ്റ് എന്ന സ്ഥലത്തിനെ സിക്കിമുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് അവിടെയുള്ള രണ്ട് പാസും. യെസ്, സിക്കുകാരുടെ നാഥൻ അതിലുണ്ട് നാഥുല പാസ്, സിൽക്ക് എടുത്തു. ആ നാഥുലയിലാണ് സിൽക്ക് റൂട്ട് കടന്നു പോകുന്നത്. എന്നിട്ട് അദ്ദേഹം ടീ കുടിച്ചു. ഓക്കെ, നാഥുല സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. എന്നിട്ട് ജലസ്നാനം ചെയ്തു. യെസ്, അതേ ടിബറ്റിനെയും സിക്കിമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജലപ്ല പാസും സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പൊ നമുക്ക് അടുത്ത് അരുണാചൽ പ്രദേശിലേക്ക് വരാം. അരുണാചൽ പ്രദേശ് ഇതാ ചുമ്മാ നോക്കിക്കോളൂ. ഇതാണ് അരുണ്. ഇവിടെ കുറച്ച് മനുഷ്യന്മാര് അല്ലേ, മ്യാൻമാരുടെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അരുണാചൽ പ്രദേശ് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അരുണ് ടീയും ബോണ്ടയും കഴിക്കുമ്പോൾ ബും എന്നൊരു സൗണ്ട് കേട്ടു. അരുണാചൽ പ്രദേശ് മ്യാൻമാറിന്റെയും ചൈനയുടെയും അതിർത്തി സംസ്ഥാനമാണ്. ഇടയ്ക്ക് ചൈനീസ് ഗ്രാമങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോ അവിടെ എത്തി പ്രശ്നമുള്ള സ്ഥലമാണ്. അരുണാണ് അവിടുത്തെ ഗാർഡ്. അദ്ദേഹം ടീ കുടിക്കുന്നതിൽ കാണാം. അപ്പോ അരുണ് ടീയും ബോണ്ടയും കഴിച്ചുകൊണ്ടിരുന്നപ്പോ ബും എന്ന സൗണ്ട് കേട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കി. ഓക്കെ, ഇതിൽ തന്നെ ഉണ്ട് അരുണ് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിബറ്റ്, അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നതാണ്. ബോണ്ട, ബോംഡില ചുരം. ഓക്കെ, കഴിക്കുമ്പോൾ ഭും എന്ന സൗണ്ട് കേട്ടു, ഭുംല ചുരം. ഓക്കെ, അരുണാചൽ പ്രദേശിനെയും ചൈനയുടെ ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാസ് ചുരങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ട, ബോംഡില, ഭും എന്ന സൗണ്ട് കേട്ടു, ഭുംല. ഓക്കെ അല്ലേ? അപ്പൊ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള അടുത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. ഭും എന്ന സൗണ്ട് കേട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും അദ്ദേഹം കണ്ട കാഴ്ച എന്തെന്നറിയാമോ സുഹൃത്തുക്കളെ? കുറച്ച് മ്യാൻമാര് അതിർത്തി കടക്കുന്നു. കുറച്ച് മ്യാൻമാര്, അതില് താണ്ട യവന്മാരാ, പുരുഷനും ഉണ്ട് സ്ത്രീകളും ഉണ്ട്. കുറച്ച് മ്യാൻമാര് അതിർത്തി കടക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയാവോ? പുരുഷനോട് ഡാ ഹാങ്, നിക്കവിടെ, കടക്കരുത്. സ്ത്രീകളോട് ഡി ഫണ്ണല്ല, കടക്കരുത്. നമുക്ക് കണക്ട് ചെയ്യാം. ഭും എന്ന സൗണ്ട് കേട്ട് അരുണ് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും കുറച്ച് മ്യാൻമാർ, യെസ്, അരുണാചൽ പ്രദേശിനെയും മ്യാൻമാറിന്റെയും അതിർത്തി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുരങ്ങൾ. കുറച്ച് പുരുഷന്മാര് ആദ്യം ചാടുമ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു ഡാ ഹാങ് എന്ന്. യെസ്, ഡിഹാങ് അരുണാചൽ പ്രദേശിന്റെയും മ്യാൻമാറിന്റെയും അതിർത്തി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, പിന്നെ സ്ത്രീകൾ ചാടുമ്പോ ഡി ഫണ്ണല്ല, ഡിഫു. ഓക്കെ,
ഫണ്ണല്ല, അതിർത്തി കടക്കരുത്. കടക്കുന്ന കണ്ടപ്പോഴത്തേക്കാണ് അദ്ദേഹം പറഞ്ഞത് ഡി ഫണ്ണല്ല, ഇത് ട്രൈ ജംഗ്ഷൻ ആണ്. ഡിഫു, യെസ്, ഇന്ത്യയുടെയും ചൈനയുടെയും മ്യാൻമാറിന്റെയും ട്രൈ ജംഗ്ഷൻ എന്നറിയപ്പെടുന്നത് ഡിഫു. അതാണ് ഡി ഫണ്ണല്ല എന്ന് പറയുന്നത്. അതിനടുത്താണ് നമ്മുടെ മക്മോഹൻ ലൈൻ സ്ഥിതി ചെയ്യുന്നത്, ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തി ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ? അരുണ് ഭും എന്ന സൗണ്ട് കേട്ടു തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും കുറച്ച് മ്യാൻമാർ, അതുപോലെ അരുണും മാനും, അരുണാചൽ പ്രദേശിന്റെയും മ്യാൻമാറിന്റെയും ഇടയിലുള്ള പാസ് നമ്മൾ പഠിക്കുകയാണ്. അതിൽ പുരുഷന്മാരോട് പറഞ്ഞു ഡാ ഹാങ്, യെസ്, ഡി ഹാങ്. ഇന്ത്യയുടെയും മ്യാൻമാറിന്റെയും അതിർത്തി പ്രദേശത്തുള്ള പാസ്. സ്ത്രീകൾ ചാടുമ്പോഴത്തേക്കും ഡി ഫു, യെസ്, ഡി ഫണ്ണല്ല. ഇന്ത്യയുടെയും മ്യാൻമാറിന്റെയും ആണെന്നുണ്ടെങ്കിലും അതൊരു ട്രൈ ജംഗ്ഷൻ ആണ്. ഇന്ത്യയുടെയും മ്യാൻമാറിന്റെയും ചൈനയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ഡിഫു അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് അരുണാചൽ പ്രദേശിൽ നിന്നും നോക്കാനുള്ളത്. ടിബറ്റിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ടിബറ്റ് ചൈനയുടെ ഭാഗമാണ്. ടിബറ്റ് ചൈന പിടിച്ചെടുത്തത് 1959 അന്ന് തൊട്ട് ദലൈലാമ ഇന്ത്യയിലേക്ക് അവിടുന്ന് നാടുവിട്ട് ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യ അഭയം കൊടുത്തു. അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമൊക്കെ ഉണ്ടാവുന്നത്. അല്ലേ? അപ്പോൾ ട്രൈ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്നത് ഡി ഫണ്ണല്ല, ഡിഫു. മ്യാൻമാറും ഇന്ത്യയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഡിഫു. അവിടെ ട്രൈ ജംഗ്ഷൻ എന്ന് പറയാൻ കാര്യം ചൈനയുടെയും ഇന്ത്യയുടെയും ഇടയിലുള്ള മക്മോഹൻ ലൈനും അതിനടുത്തുകൂടെയാണ് പോകുന്നത്. എങ്കിൽ തമിഴ്നാടിന്റെയും കർണാടകത്തിന്റെയും ബോർഡറിൽ വരുന്ന സ്ഥലം ഏതാ കേരളത്തിലുള്ളത്? നമ്മുടെ സുൽത്താൻ ബത്തേരി, വയനാട് അല്ലേ? അവിടെ സുൽത്താൻ ഉണ്ട്. 3 സ്റ്റേറ്റിന്റെ അതിർത്തിയിലുള്ള സ്ഥലമാണ് വയനാട്, സുൽത്താൻ ബത്തേരി. അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും ചുരങ്ങളാണ് നോക്കുന്നത്. ഇനി നോക്കാനുള്ളത് കേരളത്തിലെ കുറച്ച് ചുരങ്ങളും പിന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചുരങ്ങളും. അപ്പോൾ അടുത്തതൊരു ചെറിയൊരു ക്ലാസ്സിൽ ഇതിനേക്കാളും നല്ല കോഡിലൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി വീണ്ടും കോഡ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ് ആയാലോ? കൺഫ്യൂസ് ഒന്നും ആവില്ല, നല്ല കോഡാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഈ ഹിമാലയത്തിലുള്ള ചുരങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്യും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടെ നല്ല കോഡുകളുമായി അടുത്ത ചുരങ്ങൾ നമുക്ക് പഠിക്കാം. അല്ലേ? സെറ്റ് അല്ലേ? മൈ നെയിം ഈസ് വിഷ്ണുജി രഞ്ജിത്ത്. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.